കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ എറണാകുളം ജില്ലാ കൺവെൻഷൻ പള്ളിക്കര മെർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ കുന്നത്തുനാട് എം.എൽ.എ. അഡ്വക്കേറ്റ് പി. വി. ശ്രീനിച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഇത് ചടങ്ങിന് ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ഇതിന്റെ ഒരു, കാരണം പത്രക്കാരായിട്ട് വളരെ സമദൂരം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. കുറച്ചടുപ്പം പിന്നെ രാഹുലായിട്ടാണ് വേറൊന്നുകൊണ്ടല്ല, പലപ്പോഴും ഈ മാധ്യമങ്ങളുടെ പരിഗണന ഒരു പരിധി വരെ കിട്ടിക്കഴിഞ്ഞാല് ചീത്താണെന്നതാണ് രാഷ്ട്രീയത്തിൽ. കൂടുതൽ പ്രോത്സാഹനം കിട്ടിയാലും ചീത്തയാവും, അവഗണന കിട്ടിയാലും ചീത്തയാവും. അപ്പോ ഒരു സമദൂരത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ മാധ്യമങ്ങളാണ് സത്യത്തിൽ കേരളത്തിലുള്ള ഒട്ടുമിക്ക വിഷയങ്ങളും ഉയർത്തിക്കൊണ്ടുവരികയും ആ വിഷയങ്ങളെല്ലാം ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ പലപ്പോഴും നമുക്ക് എല്ലാ സ്ഥലത്തും എത്താൻ കഴിയുന്നതല്ല. പക്ഷെ നിങ്ങൾ കണ്ടെത്തുന്ന വാർത്തകൾ അതിൽ സത്യമുണ്ടെങ്കിൽ, അതിലൊരു ജനഹിതമുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ പലപ്പോഴും ജനപ്രതിനിധികൾക്കും മറ്റു പൊതുപ്രവർത്തകർക്കും സാധ്യമാക്കാറുണ്ട്. ഇപ്പോൾ തന്നെ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ബാങ്കിലേക്ക് ഒരു 3 ലക്ഷം രൂപയുടെ വസ്ത്രങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷവും സംസ്ഥാന പ്രസിഡന്റാണ് മധുക്കടുത്തിയെ ആദരിക്കുകയാണ് അഡ്വക്കേറ്റ് പി. വി. ശ്രീനിച്ചൻ. സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹത്തെ അഡ്വക്കേറ്റ് പി. വി. ശ്രീനിച്ചനെ പോലെ ആദരിക്കുന്നു. മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് പി. വി. ശ്രീനിച്ചനെ പോലെ ആദരിക്കുന്നു. അടുത്ത ബൈജു പെരുവ സംസ്ഥാന ട്രഷററാണ്, അദ്ദേഹത്തെ എം.എൽ.എ. ആദരിക്കുന്നു. മുഹമ്മദ് കുഞ്ഞൻ അദ്ദേഹത്തെ അഡ്വക്കേറ്റ് പി. വി. ശ്രീനിച്ചനെ പോലെ ആദരിക്കുന്നു. കുറെ നാളുകളായി ഈ ജില്ലക്കകത്ത് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ. ഏകദേശം ഒരു കോവിഡിന്റെ സമയത്താണ് ഈ അസോസിയേഷൻ നമ്മളിവിടെ രൂപം നൽകിയത്. അന്ന് വിരലിൽ എണ്ണാവുന്ന ആളുകളാണ് എന്റെ അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. എങ്കിൽ ഇന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് മെമ്പർഷിപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമപ്രവർത്തക സംഘടനകൾ, നിരവധി സംഘടനകളുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതുപോലെ. എങ്കിലും ഏറ്റവും ചലനാത്മകമായി നിലനിർത്തിക്കൊണ്ടു പോകുവാനുള്ള ഉത്തരവാദിത്വം അതിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിന് ഉള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. ആ പരിശ്രമങ്ങൾക്ക് ഒരു ഫലപ്രാപ്തി എന്ന നിലയിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു അർത്ഥത്തിൽ എത്തുന്നില്ല എന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും. ഈ പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തോന്നി. ഞാൻ കൂടെ കടന്നു വന്ന സമയത്ത് ഞാൻ മധുവേട്ടൻ ഉൾപ്പെടെയുള്ള കണ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞു, ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ ചിട്ടയോടും ഒരു പ്രൗഢ ഗംഭീര സദസ്സ് ഒരുക്കുന്നതിനും പ്രാഗൽഭ്യം ഉണ്ടാവണമെങ്കിൽ അത് സംഘടനാ തലത്തിൽ നല്ല ബോധവും അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനം അറിയാവുന്ന ആളുകളും ചെയ്യുന്ന കാര്യങ്ങളും അത് അറിയാത്ത ആൾ ചെയ്യുന്ന കാര്യങ്ങളും രണ്ട് തന്നെയാണ്. ഈ സംഘടനയുടെ കൂട്ടായ്മ അല്ലെങ്കിൽ നമ്മുടെ ഈ കുടുംബത്തിന്റെ കൂട്ടായ്മ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയാണ്. നമുക്ക് സംഘടിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല. പ്രൗഢഗംഭീരമായ സദസ്സാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എനിക്ക് മുമ്പ് സംസാരിച്ചവർ നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവിടെ വിവരിച്ചു. നമുക്ക് ഒത്തൊരുമിച്ച് നിന്നാൽ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. സംഘടിച്ചാൽ തന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ. നമ്മുടെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ ഈ 13-12 വർഷം കഴിഞ്ഞിട്ട് ഒരു പ്രവർത്തന ഫണ്ട് എന്നൊരു പിരിവിന് നമ്മൾ ഇന്ന് വരെ തന്നെ ഇറങ്ങിയിട്ടില്ല. ബൈജു മേനേച്ചേരി പറഞ്ഞ നമ്മുടെ കുടുംബ കൂട്ടായ്മയാണ് എന്ന് അദ്ദേഹം മനസ്സ് തുറന്ന് പറയുകയുണ്ടായി. നമുക്കറിയാം ഈ കുടുംബത്തിൽ എത്രത്തോളം മെമ്പേഴ്സ് നമുക്ക് മാനസികമായി മാറുന്ന ആ തരത്തിലുള്ള മെമ്പേഴ്സിനെ അടുപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന നേതൃത്വം 13 വർഷങ്ങൾക്ക് ശ്രമിക്കുകയുണ്ടായി.
ജില്ലാ പ്രസിഡന്റ് യു കുഞ്ഞുമുഹമ്മദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രാഹുൽ സിരാജ്, സുമേഷ് കുട്ടൻ, മധു കടുത്തുരുത്തി, ബൈജു മേനാച്ചേരി, സലീം മുഴിക്കൽ, ബൈജു പെരുവ, കെ അബ്ദുല്ല, ഉണ്ണികൃഷ്ണൻ, കണ്ണൻ ബന്താവൂർ, ഇബ്രു പെരിങ്ങാല തുടങ്ങിയവർ സംസാരിച്ചു.